പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2026 ഹോശന്ന ഞായറാഴ്ച സംബന്ധമായ ആത്മീകമായ അർത്ഥമന്വേഷിക്കുന്ന ഈ പ്രത്യേകതയുള്ള സംരംഭത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ സാധിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. മതമേഖലയിൽ പലപ്പോഴും അർത്ഥമറിയാതെയാണ് പല കാര്യങ്ങളും ആചരിക്കപ്പെടുന്നത് എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയും യാഥാർത്ഥ്യവുമാണ്. അതിൽ നാം ഏറ്റവും ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ് നാം ഹോശന്ന ഞായറാഴ്ചയെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ആചരിക്കുന്നത്. ഹോശന്ന ഞായറാഴ്ച കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ പൂർത്തീകരിച്ച ശേഷം തനിക്ക് യെരുശലേമിലേക്ക് പോകുവാനുള്ള സമയമായി എന്നും അവിടെ മനുഷ്യപുത്രൻ അധികാരവർഗത്താൽ പിടിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നും ക്രൂശിൽ സകല ജാതിയുടെ അനുഗ്രഹമായി അതിൻ്റെ യാഗമായി സ്വയം അർപ്പിക്കപ്പെടേണ്ട നിമിഷം അടുത്തു വന്നു എന്നത് തിരിച്ചറിഞ്ഞിട്ട് അവൻ യെരുശലേമിലേക്ക് യാത്രയാകുന്ന ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന മനുഷ്യരാശിയുടെ മനസാക്ഷിയിൽ എപ്പോഴും സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഒരവസ്ഥയുടെ ഓർമ്മ പുതുക്കലാണ് ഈ ഹോശന്ന ഞായറാഴ്ച എന്നുള്ളത്. ഇതിൻ്റെ സകല അർത്ഥത്തെയും അതിലടങ്ങിയിരിക്കുന്ന തേജോമയമായ അനുഭവങ്ങളെയും അത് സൂചിപ്പിക്കുന്ന സത്യങ്ങളെയും മുഴുവനും മറച്ചു വയ്ക്കത്തക്കവണ്ണമാണ് ക്രിസ്ത്യാനികൾ ആഗോളതലത്തിൽ ഈ ഹോശന്ന ഞായറാഴ്ചയെ അറിയുകയും ആചരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് വേദനാജനകമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ കൂടെ ഹോശന്ന ഞായറാഴ്ചയെ നാം എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത് എന്നും അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീകമായ ദർശനത്തിൽ സംഭവിക്കേണ്ട തിരുത്തലുകൾ എന്തായിരിക്കണമെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ ഹോശന്ന ഞായറാഴ്ചയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആത്മീകമായ ഒരു തിരിച്ചറിവ്, ഒരു ഊന്നൽ എന്താണെന്ന് ഞാൻ നേരെ അടയാളപ്പെടുത്തട്ടെ. അത് മറ്റൊന്നുമല്ല, അധ്വാനിക്കാൻ ഒരു സമയം, ആഘോഷിക്കാൻ ഒരു സമയം. ആവർത്തിക്കട്ടെ, അധ്വാനിക്കാൻ ഒരു സമയം, ആഘോഷിക്കുവാൻ ഒരു സമയം. നമുക്കറിയാം, ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ മർമ്മവും താളവുമാണ്. ദ റിതം ഓഫ് ലൈഫ്. കർഷകൻ കൃഷി ആരംഭിക്കുന്നു, കൃഷി ചെയ്യുന്നു, വിത്ത് വിതയ്ക്കുന്നു, ചെടികൾ നടുന്നു, അതിനുശേഷം അതിനുവേണ്ടി അധ്വാനിക്കുന്നു. അതിൻ്റെ സമയം പൂർത്തിയാകുമ്പോൾ വിളവെടുക്കുന്നു. വിളവെടുക്കുന്നത് ഒരു ഉത്സവം പോലെയാണ്, ഒരു ആഘോഷമാണ്. കർഷകൻ്റെ ജീവിതത്തെ ഉത്സവമാണ് വിളയെടുപ്പ് എന്നുള്ളത്. അത് അധ്വാനവും ആഘോഷവും തമ്മിലുള്ള പരസ്പര സമന്വയത്തിൻ്റെ ഒരു സാമാന്യ പരിചയമാണ്. ജീവിതം ഇങ്ങനെയാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. എന്നാൽ അധ്വാനിക്കാതെ, വിത്ത് വിതയ്ക്കാതെ, ഫലവൃക്ഷം ചെടികൾ നടാതെ കൊയ്ത്തെടുക്കാം എന്ന് വിചാരിച്ച് കൊയ്ത്തെടുക്കുന്നു എന്ന് അഭിനയിക്കുന്ന പരിപാടിയായിട്ടാണ് സഭകൾ ഈ ഹോശന്ന ഞായറാഴ്ചയെ പുരോഹിത കാർമ്മികത്വത്തിൽ നടത്തുകയും അറിഞ്ഞോ അറിയാതെയോ ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്ന് ദയവായി വിശ്വാസജനം തിരിച്ചറിയണമെന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുകയാണ്. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു തിരിച്ചറിവ് ഇവിടെ ഉള്ളടക്കം ഇതിലടങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുകയാണ്. അധ്വാനിക്കാൻ ഒരു സമയം, ആഘോഷിക്കാൻ ഒരു സമയം. അധ്വാനിക്കാതെ ആഘോഷിക്കുന്നത്
ആഘോഷത്തെ തന്നെ കൊഞ്ഞണം കുത്തുന്ന ഒരു ക്രമീകരണമാണ്, ഒരു സമ്പ്രദായമാണ്, രീതിയാണ് എന്ന് തിരിച്ചറിയും. ഇത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഹോശന്ന ഞായറാഴ്ച നമ്മെ യാതൊരു സംശയത്തിനും ഇടം അവശേഷിപ്പിക്കാതെ വിളിച്ചറിയിക്കുന്ന, ഏവരും ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ സത്യം എന്താണ്? നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഏറ്റവും അർത്ഥവത്തായും ഫലഭൂഷ്ടമായും കാത്തു സൂക്ഷിപ്പാനും അന്ത്യം വരെയും ആ മേന്മ സംരക്ഷിക്കുക മാത്രമല്ല, അത് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കാനും നമുക്ക് കടമയുണ്ട്. അത് തന്നെയാണ് എല്ലാ വ്യക്തികളും പാലിക്കേണ്ട ആത്മീകമായ അച്ചടക്കം എന്നത് തന്നെയാണ്. അങ്ങനെ ജീവിതത്തെ അർത്ഥപൂരിതമായും വലിയ അതിൻ്റെ സാധ്യതകളെ മാനിച്ചും അത് യാഥാർത്ഥ്യവൽക്കരിച്ചും റിയലൈസ് ചെയ്തും അത് മറ്റുള്ളവരുടെ അനുഭവത്തിൽ അനുഗ്രഹമായി തീരത്തക്കവണ്ണം പ്രകടിപ്പിച്ചും ജീവിതത്തെ ധന്യമായി അനുഭവിച്ച് അറിയിച്ച് വെളിപ്പെടുത്തി മുൻപോട്ട് പോകുന്നവർ ജീവിതത്തിൻ്റെ അന്ത്യകാലത്ത് ദൈവം വിഭാവന ചെയ്ത ജീവൻ ഒരാഘോഷമായിരുന്നുവെന്ന ആത്മീകമായ സത്യം തിരിച്ചറിയുവാൻ ഇടയായിത്തീരും. അല്ലാതെ നാം ആരാണെന്നോ നമ്മുടെ സൃഷ്ടി എത്ര മാഹാത്മ്യമേറിയതാണെന്നോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സാധ്യതകൾ എത്ര വലുതാണെന്നോ അതെപ്രകാരമാണ് പ്രയോജനപ്പെടുത്തുകയും പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടത് എന്നോ ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ ഓരോ ദിവസവും വന്നു പോകുന്നു വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന പാഴ്ത്തടി പോലെ അല്ലെങ്കിൽ ചത്ത മത്സ്യത്തെ പോലെ അനുദിനം ഒഴുകിപ്പോകുന്ന മറ്റുള്ള ശക്തികൾ നമ്മെ ഒലിപ്പിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിൽ കഴിയുന്ന ആളുകൾ വർഷത്തിലൊരു ഞായറാഴ്ച ഓല കൊണ്ടുണ്ടാക്കിയ കുരിശും പിടിച്ചുകൊണ്ട് പള്ളിക്ക് ചുറ്റും കറങ്ങി നടന്നാൽ അത് ഹോശന്ന ഞായറാഴ്ച ആകുമെന്ന് പറയണമെങ്കിൽ സാധാരണ ഭ്രാന്ത് പോരാ, നല്ല ഒന്നാന്തരം ഊളംപാറ പിടിച്ചാലും പിടികിട്ടാത്ത ഭ്രാന്തുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള അപഹാസ്യമായ സങ്കല്പങ്ങൾക്ക് ദൈവീകമായ ഏതാണ്ട് വലിയ ഗുമ്മുണ്ട് എന്ന് ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിൽ ദൈവഹിതപ്രകാരം യെരുശലേമിലേക്ക് യാത്രയാകുമ്പോൾ അവൻ റോൾസ് റോയ്സിലോ ബെന്റിലിയിലോ അല്ലെങ്കിൽ ബെൻസിലോ BMW ഒന്നും യാത്ര ചെയ്യേണ്ട കാര്യമില്ല. കഴുതപ്പുറത്ത് യാത്ര ചെയ്താൽ മതി. അങ്ങനെ കഴുതപ്പുറത്ത് വരുന്നവനെ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെയും അവൻ ജീവിതത്തിൽ ആർജിച്ചെടുത്ത് മനുഷ്യരാശിയുടെ അനുഗ്രഹത്തിനും ആശ്വാസത്തിനുമായി പ്രദാനം ചെയ്ത ആത്മീകമായ വിഭവങ്ങൾ രുചിച്ചറിഞ്ഞ ഒരു ജനത അവരറിയാതെ തന്നെ അടക്കാനാവാത്ത ആവേശത്തോടുകൂടെ വരവേൽക്കും എന്നതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ഉള്ള അവസ്ഥയിലും അനുഭവത്തിലും കൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ ഈ ഹോശന്ന ഞായറാഴ്ചയുടെ ആത്മീകമായ ചോരത്തിളപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവകാശമുള്ളൂ, സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യേശു ജനത്തെ വിളിക്കുന്നത് അവർ ഉറക്കം തൂങ്ങിയിരിക്കാനോ പള്ളിക്കകത്തിരുന്ന് ഊട്ടുവ വിടാനോ അല്ല. അവർ അതിവിപുലമായ സാധ്യതകൾ ഉള്ളടക്കം ചെയ്തിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനാണ്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു ശിമോനെയും അവൻ്റെ സഹോദരനായ അന്ത്രയോസിനെയും വിളിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പ്രസ്താവിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ തരുണത്തിൽ നാം മനസ്സിലാക്കുന്നത് ഈ ഹോശന്ന ഞായറാഴ്ചയോട് അല്പമെങ്കിലും നീതി പാലിക്കാൻ നമ്മെ സഹായിക്കും എന്നതുകൊണ്ട്
ഞാൻ അതിന് നിങ്ങളെ ക്ഷണിച്ചു കൊള്ളട്ടെ. എന്താണ് മനുഷ്യരെ പിടിക്കുന്നവരാക്കുക എന്ന് പറയുന്നത്? മീനെ പിടിക്കാൻ നിങ്ങൾക്ക് വലിയ വ്യക്തിത്വമൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ, നിങ്ങളുടെ ചിന്തയുടെ രീതിയിൽ, തോതിൽ, സ്വഭാവത്തിൽ വലിയ ഔന്നത്യമൊന്നും പ്രാപിക്കേണ്ട കാര്യമില്ല. ആത്മീയമായ വലിയ വെളിച്ചമായി നിങ്ങൾ, ലോകത്തിൻ്റെ വെളിച്ചമായി നിങ്ങൾ വളരേണ്ട ആവശ്യമൊന്നുമില്ല. മീൻ പിടിക്കാൻ കയ്യിലൊരു ചൂണ്ടയും ചൂണ്ടയുടെ അറ്റത്ത് കുരുക്കാൻ വരയും അല്ലെങ്കിൽ ഏതെങ്കിലും തീറ്റയും മതി. അത് ആ അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ഉദരപൂരണം, മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ഉദരപൂരണം. നാം ഏത് ലക്ഷ്യത്തോടുകൂടെ ജീവിക്കുന്നുവോ അതിനനുസരിച്ച് അതിന് ആനുപാതികമായി മാത്രമേ നാം നമ്മുടെ വ്യക്തിത്വത്തെയും അതിൻ്റെ സാധ്യതകളെയും വളർത്തിയെടുക്കുകയുള്ളൂ എന്ന പ്രാവർത്തികമായ പ്രമാണം നാം ഇപ്പോൾ ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് വേദപുസ്തകം ആരംഭിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാകുന്നു എന്ന് രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവികമായ, ഉന്നതമായ, വിശാലമായ, ഒരുപക്ഷെ അനന്തമായ സാധ്യതകളെ ലാക്കാക്കി അവയെ കൈകാര്യം ചെയ്യത്തക്കവണ്ണം, അവയോട് നീതി പാലിക്കത്തക്കവണ്ണമുള്ള വ്യക്തിത്വ വികസനം, നാനാമുഖമായ വ്യക്തിത്വ വികസനം പ്രാപിപ്പാൻ എനിക്ക് അവകാശവും കടമയുമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടെ ആരെല്ലാം അവരുടെ ജീവിതത്തെ ക്രമീകരിച്ച് വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുവാൻ കൂട്ടാക്കുന്നുവോ, അതാണ് യേശുവിനെ പോലെ ആയിത്തീരുക എന്ന് പറയുന്നത്, അവർക്ക് ഈ ഹോശന്ന ഞായറാഴ്ചയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അവകാശം നിശ്ചയമായും ദൈവം നൽകും എന്നതിന് യാതൊരു സംശയവുമില്ല. അല്ലാത്തവർ ഈ കേരളത്തിൻ്റെ പ്രത്യേകമായ ഒരു കലയായ മിമിക്രി, നമ്മുടെ പള്ളികളിൽ ഹോശന്ന ഞായറാഴ്ച നടക്കുന്നത് ഒരു ഹോശന്ന മിമിക്രിയാണ് എന്ന് തിരിച്ചറിയാനുള്ള ആത്മീകമായ വിവേചന ബുദ്ധി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്കേവർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുമ്പോൾ നാം ഈ തരുണത്തിൽ മനസ്സിലാക്കേണ്ടത്, അതുവരെ ഏത് ദർശനത്തോട് അനുയോജ്യരായി നാം ജീവിച്ചു, പ്രവർത്തിച്ചു, ഏത് തോതിൽ തന്നെ നാം നമ്മെ തന്നെ മനസ്സിലാക്കി നമ്മുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു, ഏത് ലക്ഷ്യത്തോടുകൂടി നാം ജീവിച്ചു, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി മാനുഷികവും പരിമിതവുമായ ഈ ഒരു സങ്കല്പത്തിൽ നിന്ന് ദൈവികമായ അടിത്തറയിലേക്ക് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റി സ്ഥാപിക്കുന്ന ആ അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു നിക്കോദിമോസിനോട് പറയുന്നത്, നീ വീണ്ടും ജനിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വീണ്ടും ജനിക്കുന്ന അവസ്ഥ മനുഷ്യൻ എന്ന സങ്കല്പത്തിൻ്റെ അത്ഭുതവഹമായ ഭൗമമായ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് അവയോട് നീതി പാലിക്കത്തക്കവണ്ണം ഓരോരുത്തരും അവരുടെ വ്യക്തിത്വത്തെ അതിൻ്റെ പ്രത്യേകതകളിൽ തന്നെ വികസിപ്പിച്ച് അത് ഏറ്റവും വലിയ ഒരു അർപ്പണമായി, ഒരു യാഗമായി, ഒരു കാഴ്ചയായി ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുക എന്നതാണ് ആത്മീയമായ അച്ചടക്കം. അത് നമുക്ക് യേശുവിൻ്റെ ജീവിതത്തിൽ കൃത്യമായി കാണാവുന്നതാണ്. താൻ അതുവരെയും യെരൂശലേമിൽ പോകാതെ ഈ പ്രദേശത്തിൻ്റെ യഹൂദ നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് വിശ്രമമില്ലാതെ നന്മ ചെയ്ത് ദൈവഹിതം വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ കാലം തികഞ്ഞു എന്ന് വെളിപ്പെട്ടു വന്നപ്പോൾ തൻ്റെ ദൗത്യത്തോട് താൻ 100% നീതി പാലിച്ചു എന്ന ആന്തരികമായ അഭൗമമായ സന്തോഷത്തിൻ്റെ തിരത്തള്ളലിൽ യേശു തൻ്റെ മുഖം യെരൂശലേമിലേക്ക് തിരിക്കുന്നതായും അപ്രകാരം അവൻ മുന്നേറുമ്പോൾ അതിൻ്റെ വലിയ വലിയ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ വലിയ വലിയ അർത്ഥം എങ്ങനെയോ മനസ്സിലാക്കിയ ഒരു പുരുഷാരം ആരും പറയാതെ അവർ തന്നെത്താനെ കൂടി വന്ന് അവർ ഈ ആഘോഷത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുകയും പരസ്പരം പകരുകയും ചെയ്യുന്ന അതിമനോഹരമായ, ചരിത്രത്തിൻ്റെ നെറുകയിൽ നിൽക്കുവാൻ പര്യാപ്തമായ
മനുഷ്യരാശിയുടെ വെളിച്ചത്തിൻ്റെ ആകത്തുകയായ ഈ സംഭവം ഇത് എപ്രകാരം അവതരിപ്പിക്കേണ്ടുവെന്ന് എനിക്കറിയില്ല. അത്രമാത്രം മാഹാത്മ്യമേറിയ, അത്രമാത്രം മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുവാനും ഉത്തേജിപ്പിക്കുവാനും അവൻ്റെ സാധ്യതകളെ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തുവാൻ അവനെ പ്രേരിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അർത്ഥവ്യാപ്തി വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെ ആചരിക്കാനെന്ന് നിർബന്ധ ബുദ്ധിയോടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഇത് യേശുക്രിസ്തുവിന് മാത്രമല്ല, ആ വഴിയിൽ സഞ്ചരിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും സാധ്യമാകണം എന്നത് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഈ ചിന്ത അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ 2007 മുതൽ 2016 വരെ ഡൽഹിയിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പ്രിൻസിപ്പലായിരുന്നു. ആ സമയത്ത് സത്യസന്ധമായും യേശു നൽകിയ ആദർശങ്ങൾക്ക് അനുസൃതമായും എൻ്റെ ശുശ്രൂഷ ആവിഷ്കരിക്കാൻ ഞാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി സ്ഥാപിത താല്പര്യങ്ങൾ കൈയടക്കി വച്ചിരുന്ന ആ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ സ്ഫോടനാത്മകമായ സാഹചര്യം ഉണ്ടാകുകയും എനിക്കെതിരെ കൊലവിളി ഉയർത്തിക്കൊണ്ട് വൻ ശക്തികൾ സംഘടിതമായി പ്രവർത്തിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം അനുഭവങ്ങൾ ക്രോഡീകരിച്ച് ഞാനൊരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓൺ എ സ്റ്റോമി കോഴ്സ് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്, കൊടുങ്കാറ്റിൻ്റെ വഴിയെ. അതിൽ ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ, ഞാൻ ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ എൻ്റെ അനുഭവം എന്തായിരുന്നു എന്ന് ഒരു അധ്യായത്തിൽ ഞാൻ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അധ്യായം മുഴുവനും വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഏതാണ്ട് ഒരു പേജ് മാത്രം ഞാൻ വായിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. ഇത് ഇംഗ്ലീഷിലാണ്, അത് മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ വായിക്കട്ടെ. പേജ് 208 മുതൽ 209 വരെയുള്ള ഈ ഭാഗം എൻ്റെ ഓർമ്മക്കുറിപ്പായ മെമ്മോയർ ആയ ഓൺ എ സ്റ്റോമി കോഴ്സ് ഇൻ ദ ഹോട്ട് സീറ്റ് അറ്റ് സെൻറ്റ് സ്റ്റീഫൻസ് എന്ന പുസ്തകത്തിൻ്റെ 208, 209 പേജുകൾ ഞാൻ വായിക്കാൻ പോവുകയാണ്. നിങ്ങൾ സഹിഷ്ണുതയോടെ ശ്രദ്ധാപൂർവം ചെവി നൽകണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് എൻ്റെ അവസാനത്തെ ഔദ്യോഗിക ദിവസം. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജുമായുള്ള എൻ്റെ ബന്ധത്തിലെ അവസാനത്തെ ഔദ്യോഗിക ദിവസമാണ് ലാസ്റ്റ് ഒഫീഷ്യൽ വർക്കിംഗ് ഡേ 2016 ഫെബ്രുവരി 28-ാം തീയതി. അന്ന് ആ ദിവസത്തെ വിവിധമായ ചുമതലകളെല്ലാം പൂർത്തിയാക്കി ഞാൻ എൻ്റെ ഓഫീസിൽ മടങ്ങി വന്നു. അവിടെ തൊട്ട് ഞാൻ വായിക്കാൻ പോവുകയാണ്. I entered my office for the last time. A few files, the very last, waited on the table. For 8 years, it was my inflexible discipline not to let a file remain overnight on my table. It could not be otherwise on my last day. The pending files were disposed of. Finally, 5 o'clock. I stepped out of my office. A crowd had gathered at the west door. My wife, daughter, and granddaughter. My wife's name is Grace, daughter's name is Sarah, granddaughter's name is Ria. So my wife, daughter, and granddaughter joined me in the corridor of the academic building. We moved out into the driveway. The festive walk began. യേശു യെരുശലേമിലേക്ക് കഴുതപ്പുറത്ത് കയറിയപ്പോൾ ഞാൻ അവിടെ നിന്ന് നടന്നാണ് പോയത്. കാരണം റിട്ടയർ ചെയ്ത ശേഷം 1 മാസം ഒഫീഷ്യൽ കാർ റിട്ടേൺ ചെയ്യാമെങ്കിലും ഞാൻ റിട്ടയർ ചെയ്ത ദിവസം രാവിലെ 10 മണിക്ക് എൻ്റെ ഒഫീഷ്യൽ റെസിഡൻസും എൻ്റെ കാറും സറണ്ടർ ചെയ്തു. കാരണം എനിക്ക് മുമ്പ് അവിടെ പ്രിൻസിപ്പലായിരുന്നയാൾ 1.5 വർഷം കഴിഞ്ഞാണ് ആ ഒഫീഷ്യൽ റെസിഡൻസ് വെക്കേറ്റ് ചെയ്തത്. ആ ഒരു പാരമ്പര്യം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒഫീഷ്യൽ അക്കോമഡേഷൻ രാവിലെ 10 മണിക്ക് വെക്കേറ്റ് ചെയ്തു. എൻ്റെ കാറും 10 മണിക്ക് സറണ്ടർ ചെയ്തു.
ഞാൻ ഓഫീസിൽ നിന്നിറങ്ങി നടന്ന് കോളേജിന് വെളിയിലേക്ക് പോകുന്ന ഭാഗമാണ് ഇവിടെ ഞാൻ ചിത്രീകരിക്കുന്നത്. The festive walk began, accompanied by over 200 of my colleagues, students, alumni, and karmacharis, workers of the college. Scholars from the citizenship and cultural richness course were amply represented. Swami Agnivesh also was there. He did not want to miss the festival, he said. At Andrews Gate, which is the other college in the front gate, CF ആൻഡ്രൂസിൻ്റെ നാമധേയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗേറ്റ്. At Andrews Gate, I stopped. The college tugged at my heart. I turned and looked one last time at my alma mater. I waved her goodbye. I felt a sort of prescience that I would see her no more. I looked at my grandchild, Ria. She symbolized for me a new beginning. She was a little hand baby at that time. That's what a baby is, a new beginning. Life smiles afresh from the face of a little baby. I reached out for Ria. I could not walk onto the street empty-handed like Alexander the Great on his last journey. That great conqueror was in a coffin after all, but I wasn't in a coffin. I was, on the contrary, entering a new phase in my life. A little babe in my hand, the seed of this book in my soul, a world of undying memories rippling with gratitude. The 3-kilometer walk from St. Stephen's College to St. Stephen's Hospital in Tisasari, accompanied by a happy, cheerful, singing, celebrating band of friends and students, was a procession like nothing else I had ever known. We talked, we laughed, we walked hand in hand. I was happier on that day than I was on my wedding day. Another meeting ensued in the conference hall of St. Stephen's Hospital. A birthday cake materialized from the air, as it seemed. For the first time since my mother's death in 1968, Happy Birthday was sung for me, though a few hours prematurely. My birthday is on the 1st of March. This was happening on the 28th of February. I was brilliantly happy. At long last, a free man. My mind was already on this book. Before my eyes closed on the mother of all festivals for me. What's the mother of all festivals for me? Retirement. Retirement is my festival. The festival that bore the stamp of my life. The festival that drowned the cacophony of falsehood and painted the truth of my tenure. A festival that reflected the soul of the college. A festival of retirement. Now, തീർച്ചയായും ഇത് യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള ജൈത്ര യാത്രയുടെ 4 അയലത്ത് വരുന്നതല്ല എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. എങ്കിലും അർത്ഥവത്തായി ജീവിച്ചാൽ ജീവിതത്തിൻ്റെ സായാഹ്നകാലം ആഘോഷത്തിൻ്റെ രുചി അറിയുവാൻ നമുക്ക് അവകാശമുണ്ടാകും എന്ന ഏറ്റവും ആവേശജനകമായ സത്യം ഈ ഒരു തരുണത്തിൽ നിങ്ങളെ അറിയിക്കുവാൻ, വ്യക്തിപരമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിയിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ആ നേരിയ വെളിച്ചത്തിൽ യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്ര, അതിൻ്റെ വലിയ അർത്ഥത്തിൻ്റെ ആവേശത്തിൻ്റെ ഒരു ചെറിയ കണിക എൻ്റെ ആത്മാവിൽ ഉൾക്കൊള്ളുവാൻ എനിക്ക് സാധിക്കും എന്ന് പറയുമ്പോൾ അത് അതിശയോക്തിയല്ല എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും തിരിച്ചറിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, ഹോശന്ന ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ പള്ളിക്ക് ചുറ്റും ഓല പിടിച്ചോണ്ട് നടക്കുന്നതല്ല. അതിൻ്റെ ചോരയും നീരുമുള്ള ആശയവും പ്രചോദനവും എന്താണ്? അർത്ഥവത്തായി ജീവിക്കുക. യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫലം പുറപ്പെടുവിക്കുക. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം, അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. അങ്ങനെ
അധിക ഫലം കായ്ക്കുന്ന ജീവിതം നയിക്കുവാനും നിലനിർത്തുവാനും ഭാഗ്യം ലഭിക്കുന്നവർ അവരുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഈ ഹോശന്ന ഞായറാഴ്ചയുടെ അനുഭവത്തിലായി തീരുമെന്ന മാറ്റമില്ലാത്ത ആത്മീയ സത്യം, ചരിത്ര സത്യം ഒരിക്കൽ കൂടെ അടിവരയിട്ട് ഏവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചിന്ത ഞാൻ ഉപസംഹരിക്കുന്നു. ഇത് സംബന്ധമായി നിങ്ങൾ കൂടുതൽ അന്വേഷിക്കുകയും അറിയുകയും ചെയ്യണം, കണ്ടെത്തണം എന്നുകൂടെ അപേക്ഷിച്ചുകൊണ്ട് ഏവർക്കും എൻ്റെ നമസ്കാരം.